എല്ലാരും ട്രൈ ചെയ്ത് ജോളോ ചിപ്പ് അല്ല ഇത് എന്തായിരുന്നു പറഞ്ഞ ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ഹോട്ടസ്റ്റ് എക്സ്ട്രാ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മിനിറ്റ് പീസ് ആക്കട്ടെ. ഇവക്ക് ഒന്നും കാണുന്നില്ലല്ലോ. തൊണ്ടയിലെത്തി തൊണ്ടയിൽ അപ്പോ ഇതെന്ന് വെച്ചാല് ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വെച്ചൊരു വ്ലോഗാണ്. വേറെ ഒന്നല്ല, നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നോർമൽ എല്ലാരും ട്രൈ ചെയ്ത് ജോളോ ചിപ്പ് അല്ല ഇത് എന്തായിരുന്നു പറഞ്ഞ ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ഹോട്ടസ്റ്റ് എക്സ്ട്രാ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ചോളോ ചിപ്പാണ്. എല്ലാരും ട്രൈ ചെയ്ത സാധനം അതിലും അതൊക്കെ മേലെ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിപ്പോ മത്സരമാണ് വെച്ചിട്ടുള്ളത്. ആശ്രിതയുണ്ട്, മൈനർ, യദു, ഞാനുണ്ട്, ശിവദ. ഓക്കെ, അപ്പൊ നമ്മളെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചോളോ ചിപ്പ് 5 പീസാക്കിയിട്ട് മാറ്റും. ഇവിടെ ഐസ്ക്രീം ഒക്കെ നമ്മൾ പ്രിക്കോഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഐസ്ക്രീം നല്ല അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ട്. ഇപ്പൊ തന്നെ മെൽറ്റ് ആവാൻ തുടങ്ങി. അപ്പൊ ഇത് നമ്മൾ 6 പീസാക്കും അല്ലെ, 7 പീസാക്കാം മാക്സിമം. നമ്മൾ 7 പീസാക്കും. എന്നിട്ട് എല്ലാവരും ഓരോ പീസ് കഴിക്കും. അപ്പൊ മത്സരം എന്താന്ന് വെച്ചാല് ഓക്കെ, അപ്പൊ മത്സരം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ 5 പീസാക്കിട്ട് മുറിച്ചിട്ട് നമ്മൾ എല്ലാവരും ഓരോന്നും തിന്നിട്ട് വെള്ളവും ഈ പറയുന്ന വെള്ളവും ഐസ്ക്രീമും തൊടാൻ ഏറ്റവും കൂടുതൽ സമയം ആരാ നിൽക്കുന്നത് അവരാണ് ജയിക്കുക. പിന്നെ ഒരു എക്സ്ട്രയും കൂടി വെക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അത് കഴിക്കുകയും വേണം. അത് കഴിക്കുന്നതും ഈ 2 സാധനവും തൊടാത്ത ആളുമാണ് വിജയിക്കുക. ഓക്കെ മോനെ, ഇത് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ക്യാൻ യു ഹാൻഡിൽ ദ ഡെഡ്ലി ചോക്ലേറ്റ് created for the sheer pleasure of Indian sweets and pain. Mouth on fire എന്ന് പറയുന്നത് impaired vision from tears. അപ്പൊ ഇവിടെ തന്നെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല വെൽ പാക്കിംഗ് ആണ്. ചെറിയ സാധനം പക്ഷെ പൈസ 300 രൂപ. എത്ര പൈസ? 300. ഒരു മിനിറ്റ് പീസ് ആക്കട്ടെ. ഓരോരുത്തർ കടിക്കാല്ലേ. അമ്മേ എന്തുണ്ട് മുളക് പൊടി പറ്റുന്നില്ല. ഈ ചലഞ്ചിലൊക്കെ ജയിക്കണം. മുളക് പൊടി വെള്ളം വേണം. അത് ചോക്ലേറ്റ് പറഞ്ഞോ. ഞാൻ പിന്നെ തിന്ന് കണ്ണിന് വെള്ളം വാങ്ങില്ല.
എന്തെങ്കിലും ആക്കി പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു അമ്മ എനിക്ക് പറ്റുന്നില്ല. കണ്ണിനാ തെറിക്കുന്നത്. അമ്മേ 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 രസമില്ല. Guys. ഞാൻ തന്നെ ഇപ്പൊ കൊണ്ടുപോണ്ടി വരൂ. ഒരു പീക്ക് ഒരു മൊമെന്റിലെത്തിയിട്ട് ഞാൻ പിരിച്ച് പോയി. എന്റെ കാര്യം കാറ്റ് പോയി. കൊറേന്നുണ്ട് എനിക്ക് കൊറേന്നുണ്ട്. ഫസ്റ്റ് നിന്ന് ഞാനില്ലേ ഇന്നലെ വാനില വാങ്ങിയാനു. എനിക്കിപ്പോ ശരിയായി. എനിക്കോ ഞാൻ സെക്കൻഡ് തന്നെ ശരിയായി വരുന്നില്ല. ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അടി പോക്കിയായി വരുന്നുണ്ട്. ആ ഫീല് രണ്ടെണ്ണം തിന്നിനി. ചോക്ലേറ്റ് കട്ട ഒരുത്തൻ ചോളോ ചിപ്പ് തിന്നിട്ട് കൊടിഞ്ഞു പോയി. ഈ വീഡിയോ ഞാൻ എടുത്ത് നോക്കി. ഇപ്പൊ നമ്മള് തിന്നതിന്റെ വീഡിയോ ഞാൻ എടുത്ത് നോക്കുമ്പോ അതിൽ ഭയങ്കര ഓവറായിട്ടാണ് റിയാക്ഷൻ ഉള്ളത്. സത്യം പറയാലോ ഓവറാക്കിയതല്ല. എനിക്ക് വേണേ എന്നെ വിശ്വസിക്കാൻ. ഞാൻ എന്റെ ബ്ലോഗിൽ ഒന്നും കള്ളത്തരം പറയില്ല. ഞാൻ ഭയങ്കര ഞാൻ ഓവറാക്കിയതല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വന്നതാ. എനിക്കിങ്ങനെ ഒരു നിമിഷം എന്താ പറയാ ഒന്നും എനിക്ക് പറഞ്ഞുതരാം. എന്നാ ചെയ്യാണ്ടേന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും എരിവ് അങ്ങനെ തലയിൽ കയറി വരായിരുന്നു. എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾ മാത്രം തിന്നാ മതി. ഒരിക്കലും തിന്നാൻ പാടില്ല. ഇഷ്ടപ്പെടാത്ത ആളൊന്നും ഒരിക്കലും ചെയ്യാനേ പാടില്ല. ഒരിക്കലും ഞാൻ ഭയങ്കര സ്പൈസി പേഴ്സണാ. നല്ല മുളകിട്ട് കറിയും എല്ലാം തിന്നുന്ന. എന്നിട്ടും എനിക്ക് പറ്റുന്നില്ല. ആർക്കും പറ്റൂല ഉറപ്പാന്ന്. ഇതിങ്ങനെ പക്ഷെ ആരെങ്കിലൊക്കെ കൂളായിട്ട് തിന്നിട്ട് ഇരുന്നവരുണ്ടാ യൂട്യൂബിലല്ലോ. പക്ഷെ അവരെല്ലാം എല്ലാരും ട്രൈ ചെയ്ത്. പക്ഷെ ഇത് പഴയതല്ല, ഇത് പുതിയ സാധനമാണ്. ഇതുപോലെ ലേസ് എല്ലാം പോലത്തെ അതും പക്ഷെ എരിവ് ഞാൻ തോന്നുന്നു. ചോക്ലേറ്റ് ഫസ്റ്റ് കടിക്കുമ്പോ ചോക്ലേറ്റ് ഇപ്പൊ മാറിയിട്ടില്ല. ജയിച്ചത് യദു. അത് നമ്മൾ ബാക്കി വന്നത് എടുത്തു വെച്ചായിരുന്നു ഇവർക്കും കൂടി ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലവർക്ക് ഓരോരുത്തർക്കും മാറ്റമാണ് റിയാക്ഷൻ. ഫസ്റ്റ് കഴിച്ചിട്ട് എരിവ് ഉള്ളവർക്ക് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ആയിരിക്കും എക്സ്ട്രീം ലെവൽ ഓഫ് എരിവ്. പക്ഷെ ചിലവർക്ക് എന്ന് വെച്ചാൽ കഴിച്ചിട്ട് 20 മിനിറ്റ് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലവർക്ക് റിയാക്ഷൻ വരുന്നത്. അതിനൊക്കെ അങ്ങനെയായിരുന്നു. നെഞ്ചുവേദനയും വയറുവേദനയൊക്കെ ആയിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലാണ് റിയാക്ഷൻസ് ഉള്ളത്. എഫക്റ്റ് പോയേ ഇങ്ങനൊന്നല്ല. എന്നിട്ട് പൊളിച്ച് തീർന്നു പോയി. ഇത് സാധനം തീർന്നിട്ടാ ഇതൊന്നല്ല പ്രത്യേകിച്ച് സാധനം ചാവും. ആയിരിക്കും ചാവു. ഇവക്കൊന്നും കാണുന്നില്ലല്ലോ.
ഇല്ല കണ്ണു വെള്ളം വരുന്നുണ്ട്. നമ്മൾ കളിച്ച കളി അതിനെ ഞാൻ സമ്മതിച്ച് കണ്ണു വെള്ളം വന്ന് അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ചെറിയ പീസേ കിട്ടിയിട്ടുള്ളൂ തോന്നുന്നു. റിയാക്ഷൻ കുറവ് അഞ്ചാകിനുണ്ട് ഒരു നിമിഷം നമ്മള് മരണോ ഇത് കണ്ടിന് കണ്ണെന്ന് വെള്ളം വരുന്നുണ്ട് എനിക്ക്. അതെന്ന് വെച്ചാൽ തൊണ്ടയിലെത്തി തൊണ്ടയിൽ പൊണ്ടിട്ടോ നമ്മൾ തിന്നറിയാ പറ്റുന്നില്ല. അല്ല എനിക്ക് പറ്റുന്നില്ല. ഇവിടുന്ന് എരിയുന്നുണ്ട്. പക്ഷെ അത്ര ഇവര് കളിക്കുന്ന പോലെ ഒന്നും കളിക്കാൻ തോന്നുന്നില്ല. തോന്നാത്യാ പിടിച്ചേക്കുന്നയാ അങ്ങനെയാണ് ഞാൻ നോക്കാം. അങ്ങനെയല്ല ഇവരൊക്കെ അല്ല ഈ റിയാക്ഷൻ ഗൈസ്. അതീനക്ക് ഇപ്പാണ് റിയാക്ഷൻ വരുന്നത്. അതിനെന്താ ഫീല്? എനിക്ക് ഇവിടെ ഇല്ല തോന്നുന്നു അതിന്റെ ബാക്കി റിയാക്ഷൻ ഒന്ന് എണീച്ചാ നോക്കട്ടെ. അടിച്ചു താത്തല്ല എനിക്ക് കാര്യത്തിലോട്ട് പോകും. ഇത് മറ്റൊരു ചികിത്സ എണീക്കാൻ സാധനം ശരിയാക്കി തരാം. നെഞ്ഞു മുതൽ ഇപ്പൊ പോയില്ല ഇരിക്കല്ല തുള്ളി എനിക്ക് ഉടനെ